ഞാനിപ്പോ ഉള്ളത് പാടത്തിന്റെ നടുവിലാണ് കേട്ടോ. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഞങ്ങളുടെ പാടാണ്. ചെറുപ്പത്തിലൊന്നും ഞാൻ ഇവിടെ വന്നു പോകാറില്ല. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അമ്പാടി കുട വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്പാടി തലയിൽ തുറത്തുമുണ്ടൊക്കെ ഇട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഷൂ ഒക്കെ ഇവിടെ അഴിച്ചു വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ കഴായി കൊണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചേർ കുഞ്ഞു കുഞ്ഞു പരലുകുട്ടികളൊക്കെ ഉണ്ട്. പിടിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിയോ എന്നാ വേഗം. എന്താണോ തോട് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. തോടൊക്കെ നല്ല വൃത്തിയാക്കി ഇരിക്കണം. നല്ല തെളിഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ കഴായിക്കുണ്ടെന്ന് പാടത്തുനിന്ന് വെള്ളം അങ്ങനെ ഒഴുകി വന്നോണ്ടിരിക്കുന്നുണ്ട് തോട്ടിലോട്ട്. ഇതൊരു കുഞ്ഞു മീനിനെ കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. എവിടെ പടി പിടിച്ച് കുഞ്ഞിക്കൂന മീന്. പായലിന്റെ പൂപ്പലിന്റെ ഇടയിൽ നല്ല അടിപൊളിയായിട്ട് പരലും കുട്ടികളോട് നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത്ര മൂന്ന് പരലും കുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വലിയ മീനുകളൊന്നും ഇല്ല. അത് മാത്രമേ സങ്കടമായിട്ടുള്ള ഒരു കാര്യമുള്ളൂ. അപ്പൊ എന്തോ ഒരു സാധനം ഒഴുകി വരുന്നുണ്ട്. എന്താ സാധനം നമുക്കൊന്ന് പിടിച്ചു നോക്കാം. എന്താ? പായൽ പൂപ്പൽ. നമുക്കിത് കൂടെ തന്നെ കളയതിനെ. ചാകരയാണ് കേട്ടോ. പരൽ ചാകരയാണ്. ഇഷ്ടംമാതിരി പരൽ കുട്ടികളോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ നീന്തി കളിക്കാൻ എല്ലാവർക്കും അറിയോന്ന് എനിക്ക് അറിയില്ല. ഈ സാധനം കേട്ടോ. ഇത് ബ്രഹ്മയാണ് കേട്ടോ. നമ്മുടെ പാടത്ത് വരുമ്പോ ഇഷ്ടംമാതിരി കണ്ടുവരുന്നതാണ്. ബ്രഹ്മയുടെ പൂവാണിത്. കണ്ടോ? അയ്യോ, അപ്പൊ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. അത് കാരണം ഞങ്ങൾ കുറച്ച് എന്താ മൈലാഞ്ചി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. മൈലാഞ്ചി ചെടിയിൽ കുറെ കായുണ്ടായിട്ടുണ്ടല്ലോ. മൈലാഞ്ചി ചെടികളുടെ ഇടയിൽ തണൽ തേടി വന്നതാണ് ഞങ്ങള്. അങ്ങനെ അടുത്തത് ഞങ്ങൾക്കൊരു തുമ്പിന്റെ ലാർവേനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലാർവ ചരിച്ചു പോകുന്നുണ്ട്.